ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹോം ടൂറാണ്. എൻ്റെ ഹോം ടൂർ എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ള എൻ്റെ വീട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അല്ല താമസം. അപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാനതിൻ്റെ ഹോം ടൂർ കാണിക്കാം. ഞാൻ ഓൾറെഡി ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വേറൊരു ചാനലിലാണ്. പക്ഷേ അതൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയി. അപ്പോൾ എനിക്ക് തോന്നി ഈ പുതിയ ചാനൽ തുടങ്ങിയപ്പോൾ ഇതിലെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീട് കാണിക്കുക എന്നുള്ളത്. താഴെ കണ്ടോ, അതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ ഹോം ടൂർ കാണാം. അപ്പോൾ നമ്മൾ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതധികം വലിയ വീടൊന്നല്ല കേട്ടോ, ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മുറ്റം എന്ന് പറയുന്നത്. പിന്നെ ആ ഭാഗത്തോട്ട് കുറച്ചുണ്ട്, അപ്പുറം സൈഡിലോട്ട് കുറച്ചുണ്ട്. അതാ എൻ്റെ അമ്മ അവിടെ മലയിൽ പോയി വരികയാണ്. ഞങ്ങൾ കുറച്ച് വിറകിന് പോയി. അപ്പോൾ കുറച്ച് വിറകൊക്കെ കിട്ടി. എൻ്റെ ഒരു 16 വയസ്സ് വരെ ഞാനിവിടെയാണ് ജീവിച്ചത്. 16 വയസ്സിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ കം ലിവിങ് റൂം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ നമ്മളുടെ സിങ്ക്, താഴത്താണ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ ഇവിടെ ഒരു റാക്ക് ഉണ്ട്. പിന്നെ 2 ബെഡ്റൂമുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. ഇതൊക്കെ അന്ന് ഞങ്ങൾക്ക് വലിയ റൂമാണ്. ഇപ്പം കാണുമ്പോൾ ചെറിയ റൂം. മേലോട്ടോ ഞാനുണ്ട്. എനിക്ക് 2 സിസ്റ്ററുള്ള. അപ്പോൾ ഈ റൂമിൽ ഞാൻ എൻ്റെ സിസ്റ്ററേയും കിടക്കൽ. ഇവിടെ ഒരു കട്ടിൽ വെക്കും. ഇവിടെ അവളുടെ കട്ടിൽ, ഇവിടെ എൻ്റെ കട്ടിൽ. പിന്നെ ഇവിടെ ഒരു അലമാര ഉണ്ടായി. അന്നൊക്കെ ഇത് വലിയ റൂമായിട്ട് തോന്നി. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നില്ല. എന്താ പറയുക, ചെറിയൊരു റൂമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം അന്ന് നമ്മൾ ചെറുതായതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്താണോ എന്നറിയില്ല. പിന്നെ ഇത് 2ാമത്തെ റൂം. ഇതെൻ്റെ ഒരു സിസ്റ്റർ റൂമായി. അപ്പോൾ ഈ റൂമിൽ ഇവിടെ ആയിരുന്നു അവളുടെ കട്ടിലുണ്ടാവൽ. ഇവിടെ ആയും TV വെക്കൽ. പിന്നെ TV കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ഞങ്ങൾ TV സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി. പിന്നെ ഇവിടെ നിന്നും TV ഒക്കെ കാണൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഓടൊക്കെ ഞങ്ങൾ ഇപ്പോൾ ഇറക്കി വെച്ചതാട്ടോ. ഇതിൻ്റെ പട്ടികയൊക്കെ ഫുള്ള് പോയി കിടക്കണം. കണ്ടില്ലേ, മൊത്തത്തിൽ ചെതൽ പിടിച്ചാകെ നാശമായി കിടക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓടൊക്കെ ഇറക്കി വെച്ചു. അല്ലെങ്കിൽ ഓടൊക്കെ പൊട്ടി നാശമാവും. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ദാർപ്പായിട്ട് കൊടുത്തതാണ്. ഇതിവിടെ അടുത്തായിട്ട് ഇങ്ങനെ ശോഷിച്ച് ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഞങ്ങളിവിടെ താമസിക്കില്ലെങ്കിൽ പോലും ഞങ്ങൾ മാസത്തിൽ 1-2 തവണ ഒക്കെ വന്നിട്ട് ഇത് മൊത്തം അടിച്ചൊക്കെ വാരി തുടച്ച് ക്ലീനാക്കി. ഈ മുട്ടല്ല, സോറി, ഈ അകമൊന്നും ഇങ്ങനെ നാശമായില്ല. ഞങ്ങളെന്നും വരുമ്പൊക്കെ തുടയ്ക്കുന്നത് കൊണ്ടേ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായി. പക്ഷേ ഇപ്പോൾ അത് മൊത്തത്തിൽ ഇടിച്ച് പൊളിച്ച് ഇടേണ്ട ഒരു രൂപത്തിലെത്തിയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ചുമര് അപ്പുറത്തെ വീട് കാണും. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒളിഞ്ഞു നോക്കിയാൽ ചുമരൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു. ഇതൊക്കെ എന്താ പോകാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ ഭാഗത്ത് മതിലിടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വിള്ളലാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഫുള്ളിങ്ങനെ ലൈൻസ് പോലെ ആയിന്. ഇതെപ്പോഴാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുക എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിനി പൊളിച്ച് കളയാനേ പറ്റൂ. ഞങ്ങളിത് പൊളിച്ച് കളയാനുള്ള പ്ലാൻ തന്നെയാണ്. ഇനി ഇവിടെ വീട് വെക്കലും പോസിബിൾ അല്ല. അതിൻ്റെ റീസണൊക്കെ എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. കണ്ടില്ലേ, ഈ റൂമിൻ്റെ അപ്പുറത്തെ സൈഡിൽ മതിലാണ് ഫുള്ള് ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി മേ ബി മണ്ണ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിള്ളൽ വീണാണ്ടില്ലേ. ആ ഭാഗത്തോട്ട് കുറച്ച് ചെരിവുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ആ ഭാഗത്ത് കുറച്ച് ചെരിവുണ്ട്. അപ്പോൾ കണ്ട ഈ ഭാഗം കണ്ടില്ലേ മതിൽ, ഈ ഭാഗത്ത് ചുമര് ഫുള്ള് പോയിന്. അതിലൊക്കെ വെള്ളം കെട്ടി കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ ഇത് റിനോവേഷൻ ചെയ്യാമെന്ന് പറയുന്നത് സേഫല്ല. ഞങ്ങൾ ഇവിടുന്ന് വീട് മാറിപ്പോയ സമയത്ത് ഈ വീട് കുറേ ആൾക്കാർ റെൻറ്റിനൊക്കെ ചോദിച്ചു, വാടക കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മക്ക് കൊടുക്കാൻ താല്പര്യമില്ലായും. അപ്പോൾ ഞങ്ങളിപ്പോഴും പറയാം, അന്നത് കൊടുത്തുകയാണെങ്കിൽ എന്നാലിപ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകുകയും വരാമെന്ന്. എന്നാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം മതിൽ ഫുൾ ഇടിഞ്ഞുകൊണ്ട് എങ്ങാനും ഇവിടെ വാടക ആളുകൾ താമസിക്കുമ്പോൾ എങ്ങാനും ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാൽ നമുക്കായിരിക്കും കേസ് ഉണ്ടാവുക. അതുകൊണ്ട് പിന്നെ വാടക കൊടുക്കാത്തതും നന്നായി എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ വിറകുപുര ഉണ്ടാക്കിയത്. അന്നൊക്കെ ഈ വിറകുപുര വലുതായിട്ടും ഫീൽ ചെയ്തത്, വലിയൊരു വിറകുപുര. ഇപ്പോൾ ഇത് കാണുമ്പോൾ ചെറിയൊരു സ്ഥലം. പിന്നെ ഇതാണ് ബാത്റൂം ഞാൻ ഉള്ളിലോട്ട് പോയി കാണിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ള് പറമ്പ് മീൻസ് കാടാണ്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു മതിലാണ്. മതിൽ കണ്ടില്ലേ, താഴോട്ടേക്ക് ഫുള്ള് ഇടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ജനല നോക്കിയാൽ മനസ്സിലാവും. ആ ജനല കണ്ടില്ലേ, ആ ജനലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകാനായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെ പുരക്ക് വിള്ളൽ വീണത്. പിന്നെ ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു പോയത് കൊണ്ട് കരിങ്കല്ല് വെച്ചിട്ട് മതിൽ കെട്ടണം. മതിൽ കെട്ടണമെങ്കിലൊക്കെ നല്ല പൈസ ആണ്. അപ്പോൾ പിന്നെ അത്രയും പൈസ മുടക്കി ഇവിടെ മതിൽ കെട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ വീട് ഇപ്പം ഇങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീകാനായി കിടക്കുന്നത്. പിന്നെ ഇതായി ഞങ്ങളെ വഴി എന്ന് പറയുന്നത്. പക്ഷേ ഈ വഴി ഇപ്പോൾ കണ്ടില്ലേ
തൊട്ട് താഴത്ത് പോരാണ്. ഇതായിരുന്നു എൻ്റെ തറവാട്. അവരിവിടുന്ന് വീട് മാറിപ്പോയപ്പോൾ വേറൊരാൾക്ക് കൊടുത്തു. അപ്പോൾ അവരിപ്പോൾ ഇവിടെ വീട് വെച്ചപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങി പോകുന്ന സ്ഥലത്താണ് വീട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലെ വഴിയില്ല. അതിലങ്ങോട്ടേക്ക് പോയാൽ താഴത്ത് അതിലിങ്ങനെ ഇറങ്ങി പോവുക. പക്ഷേ ഒരു പ്രോപ്പർ വഴി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇതായി. അപ്പോൾ അവർ ഞങ്ങൾ തറവാടിൻ്റെ സ്ഥലമാണത്. അപ്പോൾ ഇവർക്ക് കൊടുത്തപ്പോൾ ഇവർ ഇവിടെയാണ് വീട് വെച്ചത് നേരം. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോലും നടക്കില്ല. പിന്നെ ഇതിലങ്ങോട്ട് വഴി ഉണ്ടായി. പക്ഷേ അവിടെ മതിലിടിഞ്ഞതുകൊണ്ട് അതിലെ പോലും നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വീടിനിപ്പോൾ ഒരു വഴിയൊന്നുമില്ല. ഇതിപ്പോൾ ഈ സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആര് വാങ്ങാനാ? മതിയാർക്ക് വഴിയില്ല, മതിലിടിഞ്ഞാണ്. അങ്ങനെ മൊത്തത്തിൽ ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളായതുകൊണ്ട് ഈ വീട് ആർക്കും കൊടുത്തിട്ട് കാര്യമില്ല. ബുദ്ധിയിൽ ആരും ഇത് വാങ്ങൂല. ഒന്നെങ്കിൽ ഇടിഞ്ഞ് വീലയ്ക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചിട്ട് അങ്ങനെ ഇവിടെ വല്ല വാഴക്കൃഷിയായിട്ടും ചെയ്യും. വാഴേ കവുങ്ങോ എന്ത് വേണമെങ്കിലും നടാം. ചക്കപ്പഴത്തിൻ്റെ മരം ഇതുമ്പോൾ ചക്കപ്പഴം ഉണ്ടായിന്. ചക്കപ്പഴം എന്നല്ല എല്ലായിടത്തും പറയാം. എനിക്കൊണ്ട് പല സ്ഥലത്ത് പല പേരാണ്. കണ്ടില്ലേ, അത് ചെറുതാ, പറിക്കാനായില്ല. ഇതിൻ്റെ ഉള്ളിൽ പറിക്കാനായ ഒന്നുണ്ട്, കണ്ടോ? ഇതൊന്ന് പറിക്കാം. അയ്യോ, താഴോട്ട് പോയോ? ഇല്ലല്ല, കിട്ടി ഗായ്സ്. നല്ല വലുപ്പല്ലേ. ഇതൊന്ന് വെണ്ണീരിലോ അരിയിലോ ഒരു 2-3 ദിവസം വെച്ചാൽ പഴുക്കും. കാരണം അത്രയ്ക്ക് സെറ്റായി, നല്ല മൂത്തതാ. ഈ മരമൊക്കെ ഞങ്ങളിവിടെ പോയതിന് ശേഷം വലുതായ മരമാണ്. അതൊക്കെ ചെറിയൊരു തൈ കേട്ടോ. പിന്നെ ഇതാ മുട്ടപ്പഴത്തിൻ്റെ മരമുണ്ട്. ഇതെന്താ എഗ് ഫ്രൂട്ട് എന്നാണ് പറയാൻ തോന്നുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പേരാണ് ഞാൻ പറഞ്ഞത്, എഗ് ഫ്രൂട്ട്. ഒരു മുട്ടൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും, വൃത്തികെട്ടെ. പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടം, ഇപ്പം എനിക്ക് കണ്ടുകൂടാ. ഇതുമ്മലും ഉണ്ടായിന് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ, അയലൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണാം. പിന്നെ ഇവിടെ വലിയൊരു മരം കണ്ടോ, വലിയ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മരം. ഇതെനിക്ക് തോന്നുന്നത് പന്നിച്ചാമ്പക്കാണോ അതോ മറ്റേ അവോക്കാഡോ ഉണ്ടല്ലോ, നമ്മളെ ബട്ടർ, അതാണോ എന്നറിയില്ല. അല്ല, ആ ബട്ടർ തന്നെയല്ല, ആ ബട്ടർ എൻ്റെ അമ്മ എവിടുന്നോ തൈ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അന്ന് തൈ നട്ടതാ. പിന്നെ അത് വളർന്ന് ആ പന്തലിച്ചും വലിയ മരമായിന്. പക്ഷെ ഇതുമ്മലൊരു കായ് പോലും ഉണ്ടായില്ല. പരാഗണം നടക്കണമല്ലോ, പരാഗണം നടന്നാലല്ലേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇണ ഇവിടെ എവിടെയും പരിസരത്ത് എവിടെയും ഇല്ലാത്തത് കൊണ്ടും പരാഗണം നടക്കാത്തത് കൊണ്ടാണ് ഇത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാമ്പക്ക മരമുണ്ട്. ഇതുമ്മലെ എല്ലാ കൊല്ലം ഉണ്ടാകുന്നത്, കൊല്ലം ഇതുമ്മലെ ഒന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പിന്നെ ദാ മുകളിലൊരു മൈലാഞ്ചി മരമുണ്ട്, ഒരിട്ട് കവുങ്ങുണ്ട്. ഇവിടെ ഒരു മാവ് ഇതാ വളർന്ന് വരുന്നുണ്ട്. നമുക്ക് 4 സെൻറ്റ് ഉള്ളെങ്കിലും ഇവിടെ എല്ലാതരം ഫ്രൂട്ടും എല്ലാതരം മരവും നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാട് കയറിയപ്പോഴത്തേക്കും കിട്ടിയതാണ് ഇത് മൊത്തം. കണ്ടില്ലേ? ഇനി ഇത് പാൻറ്റിൽ നിന്ന് പോക്കണമെങ്കിലുള്ള പണി എന്തോരാണെന്നറിയോ? ഇതാണ് കാട്ടിലോട്ട് കയറിയുള്ള കുഴപ്പം. നമ്മളെ കാൽമേൽ മേലൊക്കെ ഈ സംഭവം ഒട്ടിപ്പിടിക്കും. പ്രത്യേകിച്ച് ഇത് അങ്ങനത്തെ ഒരു ക്ലോത്ത് കൂടി ആയതുകൊണ്ട് ഇതൊന്ന് എടുത്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രേ ഉള്ളൂ ഗായ്സ്, നമ്മളെ ഹോം ടൂർ എന്ന് പറയുന്നത്. ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടും പരിസരവും മുകളിലോട്ടുള്ള കാടും ഒക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഗായ്സ്.